Hi everybody, AEC Advanced English Language Skills for Commerce and Management, Semester 2, University of Calicut. So today in this paper, we are going to discuss the chapter 15 Years. 15 Years is a beautiful essay written by R.K. Narayan. Then who is R.K. Narayan? A notable Indian English writer. സോ ശ്രദ്ധേയമായ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററായ ആർ കെ നാരായൺ എഴുതിയിട്ടുള്ള ഒരു തമാശ രൂപേണ ഒരു ഹ്യൂമറസ് സെൻസോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്റർ, ഒരു എസ്സേ, അതാണ് 15 ഇയേഴ്സ്. സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്? ഇത്രയേ ഉള്ളൂ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ്. അതായത് ബ്രിട്ടീഷുകാരിവിടെ വന്ന് നമ്മൾ തുരത്തി ഓടിച്ചു അവരെ, അല്ലേ? ഒത്തിരി കാലം അവരോട് ഭരിച്ചു, അതിനുശേഷം നമ്മൾ അവരെ ഓടിച്ചു. ആ സമയത്ത് അവരിവിടെ ബാക്കി വെച്ച് പോയ ചില കാര്യങ്ങളിൽ ഒന്നാണ് അവരുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരെ തുരത്തി ഓടിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെയും ഒഴിവാക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ ഒരു വിഭാഗവും, അതല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അതല്ലെങ്കിൽ എല്ലായിടത്തും, ഓഫീസിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, പബ്ലിക് പ്ലേസിലായിക്കോട്ടെ, നോർമലായിട്ട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ വരും, അല്ലേ, നമ്മുടെ വായിൽ നിന്നും. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു വിഭാഗവും. ഈ രണ്ട് വിഭാഗവും തമ്മിലൊരു ആർഗ്യുമെൻറ്റ്, അതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ആരാണ്, എവിടെയാണ്, എന്താണ് ജയിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോർട്ട് സീൻ, ഒരു ഇമാജിനറി കോർട്ട് സീൻ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരുന്ന ആർ കെ നാരായൺ. അതായത് ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം ഒരു കോടതി രംഗം ചിത്രീകരിക്കുകയാണ് സാങ്കല്പികമായിട്ട്. അപ്പോൾ അവിടെ ഒരു ജഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരാളുമുണ്ട്. അപ്പോൾ ആ ഒരു ആൾ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ ഒരു ആളെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. അപ്പോൾ പേഴ്സോണിഫിക്കേഷനാണത്. അപ്പോൾ ജഡ്ജ് ഉണ്ട്, ജഡ്ജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലൊരു വാഗ്വാദമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും അവസാനം എന്തിലേക്കാണ് പറഞ്ഞെത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. സി, R.K. Narayan writes about the problem of English language in India. അതായത് R.K. നാരായൺ എഴുതുന്നത്, അദ്ദേഹം പറയുന്നത്, അതായത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ടുഡേ മെനി പീപ്പിൾ ഫീൽ കൺഫ്യൂസ്ഡ് അബൌട്ട് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് പല ആൾക്കാരും അതൊരു കൺഫ്യൂസ്ഡ് ഫീൽ പല ആൾക്കാരിലും ഉണ്ടാവാറുണ്ട് എന്ന് പറയുകയാണ്. ഇൻ ദ പാസ്റ്റ്, പക്ഷെ പണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാസ് എ മാറ്റർ ഓഫ് പ്രൈഡ് ആൻഡ് റെസ്പെക്റ്റ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു പ്രൈഡിൻ്റെയും ഒരു അഭിമാനത്തിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട്, അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അവർ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രൈഡ്, അതല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. ഇന്ന് പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ ഒട്ടുമിക്ക എല്ലാവർക്കൊക്കെ അറിയാം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് അറിയാം എല്ലാവർക്കും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ അത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ പണ്ട് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സംഭവമായിരുന്നു, വലിയ കാര്യമായിട്ടായിരുന്നു കണ്ടിരുന്നത്. പീപ്പിൾ ഹു സ്പോക്ക് ഇംഗ്ലീഷ് വെൽ വേർ കൺസിഡേർഡ് എഡ്യൂക്കേറ്റഡ്. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെ, വിദ്യാഭ്യാസ സമ്പന്നരായിട്ടൊക്കെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഹെൽപ്ഡ് പീപ്പിൾ ഗെറ്റ് ഗുഡ് ജോബ്സ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇംഗ്ലീഷ് ഹെൽപ്പ് ചെയ്തിരുന്നു. അതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ കമ്പാരിറ്റീവ്ലി പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചുകൂടി ഡെപ്ത് കൂടുതലായിരുന്നു എന്ന് പറയുകയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വലിയ സംഭവമായിട്ടൊക്കെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം എല്ലാവർക്കൊക്കെ സംസാരിക്കാനും എഴുതാനും പറയാനൊക്കെ അറിയുന്നൊരു ലാംഗ്വേജാണ്. എനിവേ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം പീപ്പിൾ സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ആർ കെ നാരായൺ പറയുകയാണ്, യു എസ് എയിൽ അദ്ദേഹം പറയുകയാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരുന്നു അത്രയും വലിയ സംഭവമായിട്ടൊക്കെ കണ്ടിരുന്നത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ആൾക്കാർ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ വെറുക്കാനായിട്ട് തുടങ്ങി. ദേ തോട്ട് ഇംഗ്ലീഷ് വാസ് ദ ലാംഗ്വേജ് ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ്. ബ്രിട്ടീഷ് റൂളേഴ്സിൻ്റെ ഒരു ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷിനെ കാണുകയും ബ്രിട്ടീഷുകാരെ അടിയൊഴിച്ചു, ബ്രിട്ടീഷുകാരെ തുരത്തി ഒഴിച്ചു, ബ്രിട്ടീഷുകാരെ വെറുത്തു. അപ്പോൾ ആ രീതിയിൽ തന്നെ അവരുടെ ലാംഗ്വേജായ ഇംഗ്ലീഷിനെയും കാണണം എന്നൊക്കെ അവർ പറഞ്ഞു. They thought English was the language of British rulers. Some people wanted English to be removed from India. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ഒരു ലാംഗ്വേജിനെ ബ്രിട്ടീഷുകാരെ തുടച്ചു നീക്കിയതുപോലെ ഈ ലാംഗ്വേജിനെയും അവരുടെ ലാംഗ്വേജിനെയും തുടച്ചു നീക്കണം എന്നൊക്കെ ചില ആൾക്കാർ ആവശ്യപ്പെട്ടു.
ദ ഓദർ സെയ്സ് ദിസ് ഐഡിയ ഈസ് ഇമോഷണൽ. അപ്പോൾ ആർ കെ നാരായൺ പറയുകയാണ് ഈ ഒരു ചിന്ത അതല്ലെങ്കിൽ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് വൈകാരികമായിട്ട് അവർ പറയുന്നതാണ്, ഇമോഷണലി അവർ പറയുന്നതാണ്, ബട്ട് നോട്ട് ബി പ്രാക്ടിക്കൽ. അത് പ്രാക്ടിക്കലാക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്ന് എല്ലായിടത്തും ഏത് മേഖലകളിലാണ് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാത്തത്? എല്ലാ മേഖലകളിലും ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ്, അതിൻ്റെ ഒരു ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്കുകൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുക എന്നൊക്കെ പറയുന്നത് അത് എന്താണ്, അസാധ്യമാണ്. ഹി എക്സ്പ്ലെയിൻസ് ഹിസ് ഐഡിയാസ് ത്രൂ എ കോർട്ട് സീൻ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഐഡിയ ഒരു കോർട്ട് സീനിലൂടെ, ഒരു ഇമാജിനറി കോർട്ട് സീനിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു കോർട്ട് സീനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഒരു കോടതി രംഗം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ഷോൺ ആസ് എ പേഴ്സൺ ഇൻ ദ കോർട്ട്. ആ കോർട്ടിൽ നിൽക്കുന്ന കോടതിയുടെ ആ കൂട്ടിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. അപ്പോൾ അതൊരു പേഴ്സോണിഫിക്കേഷനാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു കോടതിയിൽ ആ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, അപ്പോൾ അത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. ഒരു പോയറ്റിക് ഡിവൈസാണ്, പേഴ്സോണിഫിക്കേഷനാണ്. എ ജഡ്ജ് റെപ്രസെൻറ്റ്. അപ്പോൾ അവിടെ ജഡ്ജ് ഉണ്ട്. ആ ജഡ്ജ് ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പീപ്പിൾ ഹു ആർ എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിനെ വെറുക്കുന്ന ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ആ ജഡ്ജ്. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ദ ജഡ്ജ് ബ്ലെയിംസ് ഇംഗ്ലീഷ് ഫോർ സ്ലേവറി ആൻഡ് ഡിവിഷൻ ഇൻ ഇന്ത്യ. ജഡ്ജ് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ, ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം നീ കാരണമാണ് ഇവിടെ സ്ലേവറി വന്നത്, അടിമത്തം വന്നത്, ഡിവിഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വിഭജനം വന്നത് നീ കാരണമാണ് എന്നൊക്കെ പറയുകയാണ്. ഇംഗ്ലീഷ് ഡിഫെൻസ് ഇറ്റ് സെൽഫ് കാംലി. പക്ഷേ അതിനൊക്കെ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ വ്യക്തിയാകുന്ന ആ ലാംഗ്വേജ് ഡിഫെൻഡ് ചെയ്യുകയാണ് കാമായിട്ട്. ഇംഗ്ലീഷ് സെയ്സ് ഇറ്റ് ഹാസ് ലിവ്ഡ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 200 ഇയേഴ്സ്. 200 വർഷങ്ങൾ മുമ്പേ ഇവിടെ ഈ പറയുന്ന സ്ലേവറിയും ഡിവിഷനും ഒക്കെ ഉണ്ട് എന്ന് ജഡ്ജിയോട് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുകയാണ്. അത് ശരിയാണ്. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല ഇവിടെ സ്ലേവറിയും ഡിവിഷനൊക്കെ ഉണ്ടായുള്ളൂ. അതിന് മുമ്പേ ഉണ്ട് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ വിഭജനങ്ങളും തൊട്ടുകൂടായ്മ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ അവർ മന്ത്രം ഉച്ചരിക്കുന്നത് താഴെ ജാതിയിലുള്ള ആൾക്കാർ കേട്ടാൽ അവരുടെ ചെവിയിൽ ഈയം ഒഴുക്കിയ. അപ്പം അങ്ങനെ ജാതീയതയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ വിഭജനങ്ങളും അതുപോലെ തന്നെ അടിമത്തങ്ങളും ഒക്കെ പണ്ട് കാലം മുതൽക്കേ ഇവിടെയുണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുകയാണ്, ഞാൻ കാരണമല്ല, അല്ലെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പേ അത് ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. ഇറ്റ് സേസ് ഇറ്റ് ഈസ് നൗ പാർട്ട് ഓഫ് ഇന്ത്യൻ ലൈഫ്. അത് പറയുകയാണ് ഇതൊരു ഇന്ത്യൻ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പറയുകയാണ്. ഇന്ത്യൻ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇംഗ്ലീഷ് ഈസ് യൂസ്ഡ് ഇൻ സ്കൂൾ. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു ഇന്ത്യൻ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. സ്കൂളുകളിൽ അത് ഉപയോഗിക്കുന്നു, കോളേജുകളിൽ ഉപയോഗിക്കുന്നു, കോർട്ടുകളിൽ ഉപയോഗിക്കുന്നു, ഓഫീസുകളിൽ ഉപയോഗിക്കുന്നു. ഈ പറയുന്ന ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ്, അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ത്രോട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ അറിയാം, നമ്മളിപ്പോൾ നോർമലി സംസാരിക്കുകയാണ്, നമ്മൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്. നോക്കി, ഞാനിപ്പോൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. ഫ്രണ്ട് എന്നുള്ളത് തന്നെ ഇംഗ്ലീഷ് വാക്കാണ്. ചങ്ങാതിയുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് മലയാളം. പക്ഷെ നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഇംഗ്ലീഷിൻ്റെ സാന്നിധ്യം നമ്മളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇമ്പോർട്ടൻറ്റ് ലോസ് ആർ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. പ്രധാനപ്പെട്ട പല നിയമങ്ങളും എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് ഹെൽപ്സ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് കമ്മ്യൂണിക്കേറ്റ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എനിവേ ഡിഫറെൻറ്റ് രാജ്യങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു. കാരണം എന്താ? ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജാണ്. എവിടെ പോയാലും നമുക്ക് ആ ലാംഗ്വേജ് വെച്ച് പിടിച്ച് നിൽക്കാൻ പറ്റും. ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ. ട്രാൻസ്ലേറ്റിംഗ് എവറിത്തിങ് ഇൻ ടു ഇന്ത്യൻ ലാംഗ്വേജ് കോസസ് കൺഫ്യൂഷൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് പല കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ലാംഗ്വേജിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. ദ ഓതർ ഗീവ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബുക്ക്. അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ടൊരു പുസ്തകം പറയുകയാണ്. ആ പുസ്തകം ദാറ്റ് വാസ് റിജക്റ്റഡ് ഡ്യൂ ടു ലാംഗ്വേജ് പ്രോബ്ലം കാരണം റിജക്റ്റ് ചെയ്തൊരു പുസ്തകം അദ്ദേഹം ഉദാഹരിക്കുകയാണ്. ഇംഗ്ലീഷ് സെയ്സ് ഇറ്റ് ലവ്സ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ കൾച്ചർ. പക്ഷേ ഇംഗ്ലീഷ് പറയുകയാണ് എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ്, ഐ ലവ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ കൾച്ചർ എന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുകയാണ് ആ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട്. സ്റ്റിൽ പക്ഷെ അപ്പോഴും ദ ജഡ്ജ് ഓർഡേഴ്സ് ഇംഗ്ലീഷ് ടു ലീവ് ഇന്ത്യ. ജഡ്ജ് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇന്ത്യ വിട്ടു പോകണം എന്ന് പറയുകയാണ് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിനോട്. ഹി അലൗസ് ഇംഗ്ലീഷ് ടു സ്റ്റേ ഓൺലി ഫോർ 15 more years. അപ്പോൾ അദ്ദേഹം ഒരു 15 വർഷം കൂടി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഉള്ളൊരു അനുവാദം തരാം, അത് കഴിഞ്ഞ് അവിടെ വിട്ട് പോകണം എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ ഇറക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ചോദിക്കുകയാണ് 15 years ഫ്രം വെൻ? എപ്പോൾ മുതലാണ് ഈ 15 വർഷം തുടങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ ജഡ്ജ് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ഇംഗ്ലീഷ് ഇവിടുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം ഈ ജഡ്ജിനും ഉണ്ട്. അപ്പോൾ ഈ 15 വർഷം കൂടി ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എപ്പോൾ മുതലാണ് ഈ 15 വർഷം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതായത് ആ ഒരു കാര്യം ചിന്തിച്ചപ്പോൾ ഹി ആൾസോ കൺഫ്യൂസ്ഡ്. അതായത്
ഇയാൾക്ക് അറിയാം ഒരിക്കലും ഇവിടുന്ന് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ തുടച്ചു നീക്കാനായിട്ട് കഴിയില്ല. സോ ദ ജഡ്ജ് ബിക്കംസ് കൺഫ്യൂസ്ഡ് ആൻഡ് എൻഡ്സ് ദ കേസ്. അങ്ങനെ ആ കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ ആ കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ദ എൻഡിങ് ഈസ് ഹ്യൂമറസ് ആൻഡ് ദ ഓതർ ഷോസ് ദാറ്റ് ഇംഗ്ലീഷ് കനോട്ട് ബി റിമൂവ്ഡ്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ ആർ കെ നാരായണൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ദാറ്റ് കനോട്ട് ബി റിമൂവ്ഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും അങ്ങനെയായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല ഇംഗ്ലീഷിൻ്റെ സാന്നിധ്യം. ഇംഗ്ലീഷ് ഈസ് നൗ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് മാറിയിട്ടുണ്ട്. നോ ഇന്ത്യൻ ലാംഗ്വേജ് ക്യാൻ ഫുള്ളി റീപ്ലേസ് ഇംഗ്ലീഷ്. ഒരു ഇന്ത്യൻ ലാംഗ്വേജിനും ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. ഇംഗ്ലീഷ് ഈസ് ആൾസോ എ വേൾഡ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേൾഡ് ലാംഗ്വേജ് ആണ്, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ദ എസ്സേ സപ്പോർട്ട്സ് ദ കണ്ടിന്യൂഡ് യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അത് ഇനിയും തുടരണം ഇന്ത്യയിൽ എന്നുള്ള രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ, ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻസിനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ അവസാനിക്കുന്നത്.